IPCയുടെ ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ എൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഒരു 5 വയസ്സ് മുതലുള്ള ഓർമ്മകളുണ്ട്. എനിക്കിപ്പോൾ 73 വയസ്സാകാൻ തുടങ്ങുന്നു. അപ്പോൾ 5 വയസ്സ് മുതലുള്ള ഓർമ്മകളെന്ന് പറയുമ്പോൾ അനേക വർഷത്തെ ഓർമ്മകളുണ്ട്. അന്ന് ഞാൻ ആ കൺവെൻഷന് വരുന്നത് എൻ്റെ അമ്മ വീട് ഇവിടെ തൊട്ടടുത്ത ഓതറയാണ്. ഓതറ നിന്നും വല്യപ്പച്ചനോടൊപ്പമായിരുന്നു ഇവിടെ കൺവെൻഷന് വരുന്നത്. അന്ന് ഓതറയിൽ നിന്ന് ഇവിടെ വരെ നടന്നാണ് വരുന്നത്. നടന്നല്ല, വേറെ മാർഗമൊന്നുമില്ല. നടന്നു വരും, നടന്ന് തിരിച്ചു പോകും. അന്ന് തിരിച്ചു പോകുമ്പോൾ വെട്ടത്തിന് ടോർച്ച് ലൈറ്റും ഒന്നും ഉള്ള കാലമൊന്നുമല്ല. ഉണ്ട്, അതൊന്നും മേടിക്കാനുള്ള സൗകര്യം നമുക്കില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഈ ഓല കൊണ്ട് ചൂട്ടുകൊണ്ട് കറ്റ കിട്ടും. അതിനങ്ങനെ പറയുന്നത് ചൂട്ടുകറ്റ എന്ന് പറയും. അതായത് ഓലയുടെ തുഞ്ചമെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ വെച്ച് കെട്ടിയൊരു കെട്ട. അത് കൊണ്ടാണ് വരുന്നത്. തിരിച്ചു പോകുമ്പോഴത് കത്തിക്കും. അത് കത്തിച്ചിങ്ങനെ വീശി ഈ ഓല വീശി കത്തിച്ചാണ് തിരിച്ചു പോകുന്നത്. അതെൻ്റെ ആദ്യത്തെ ഓർമ്മ. അന്ന് ഇതുപോലുള്ള മൈക്ക് സിസ്റ്റം ഒന്നുമില്ല. അന്നത്തെ മൈക്കിന് കോളാമ്പി എന്നാണ് പറയുന്നത്. 5 6 കോളാമ്പിയാണ് ഈ വെക്കുന്നത്. ഓല കൊണ്ടുള്ള പന്തലാണ്. തറയിൽ ഇരിക്കുന്ന പറഞ്ഞാൽ ഈ പുല്ല് വളർന്ന് കിടക്കുകയായിരിക്കും ആ കാലത്തൊക്കെ. എന്നിട്ട് ആ പുല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കും. കുട്ടികളായിട്ടിരിക്കുന്ന കാലത്ത് സ്റ്റേജിൻ്റെ അടുത്തോട്ട് ആണ് ഞങ്ങളെയൊക്കെ ഇരുത്തുന്നത്. അങ്ങനെ നടന്ന് വന്ന് യോഗത്തിനെ സംബന്ധിച്ച് തിരിച്ച് നടന്ന് വീട്ടിൽ പോകുന്ന ഓർമ്മകളൊക്കെ ഉണ്ട്. എൻ്റെ വല്യപ്പച്ചൻ 1930 മുതൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു പാസ്റ്ററാണ്. ഇനി വല്യപ്പച്ചനായ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിൽ വരാനുള്ള ഒരു കാരണം കൂടെ പറയുന്നത് ഇക്കാലത്തുള്ള ആളുകൾ അറിവിലേക്ക് നല്ലതാണെന്ന് തോന്നുന്നു. അതായത് അപ്പച്ചൻ വാസ്തവത്തിൽ 1930 മുതലേ കുക്ക് സാഹിബിൻ്റെ കൂടെ ഒരു പാസ്റ്ററായിരുന്നു. കുക്ക് സാഹിബിന് കുമ്പനാട്ട് ഇതിനടുത്ത് ഒരു സഭയുണ്ടായിരുന്നു. കുക്ക് സാഹിബിൻ്റെ സഭയിലെ പാസ്റ്ററായിരുന്നു അപ്പച്ചൻ 1930 മുതൽ. എന്നാൽ 1935 IPCയുമായിട്ട് ചേരുന്നത്. ചേരാനുള്ള കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾക്കത് വിചിത്രമായിട്ട് തോന്നും, അല്ലെങ്കിൽ മണ്ടത്തരമായിട്ട് തോന്നും. അപ്പച്ചനെ കുക്ക് സാഹിബിനെ വിടാനുള്ള കാരണം, കുക്ക് സാഹിബായിട്ടുള്ള സ്നേഹബന്ധത്തിന് ഒരൊലച്ചിലും തട്ടിയിട്ടില്ല. പക്ഷെ കുക്ക് സാഹിബിനെ വിടാനുള്ള കാരണം അക്കാലത്ത് കുക്ക് സാഹിബ് സുവിശേഷകന്മാർക്ക് ഒരു ചെറിയ സഹായം 2 രൂപ 5 രൂപ ഏതാണ്ടാണ് കൊടുക്കുന്ന മാസം. അത് കൊടുക്കുമായിരുന്നു. അതുകൊണ്ടൊന്നും ജീവിക്കാനൊക്കത്തുമില്ല. എന്നാൽ അപ്പച്ചൻ കേട്ടു ഉണ്ണുണ്ണി സാറ് വിശ്വാസത്താൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അപ്പച്ചൻ തീരുമാനമെടുത്തു, കുക്ക് സാഹിബിൻ്റെ നിന്ന് ശമ്പളം മേടിച്ച് വേല ചെയ്യുന്നത് ശരിയല്ല, വിശ്വാസത്താലുള്ള വേല വേണം എന്ന് പറഞ്ഞാണ്. പക്ഷേ കെ എബ്രഹാമിനെ കണ്ട്, കെ എബ്രഹാമാണ് അദ്ദേഹത്തെ മുമ്പ് സ്നാനപ്പെടുത്തിയിട്ടുള്ളത്. സ്നേഹബന്ധം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ കുക്ക് സാഹിബിൻ്റെ സഭ വിട്ട് IPCയിലോട്ട് ചേരാനുള്ള കാരണം കുക്ക് സാഹിബ് ഒരു ചെറിയ സാമ്പത്തിക സഹായം നൽകുന്നുള്ള പേരിലാണ്. ഇന്ന് വേറൊരാളോ സാമ്പത്തിക സഹായം തരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആൾ ചാടുന്ന കാലത്താണ് വിശ്വാസത്താലുള്ള വേലയ്ക്ക് വേണ്ടിയാണ് IPCയിലോട്ട് കയറിയത്. അപ്പോൾ IPCയെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ഓർമ്മയും എൻ്റെ സന്തോഷവും അഭിമാനവും എന്ന് പറയുന്നത് IPC വിശ്വാസത്താൽ ഉള്ള വേലയായിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിൽ വരുന്ന എല്ലാ ശുശ്രൂഷകന്മാരും വിശ്വാസത്താൽ ജീവിക്കുന്നവരായിരുന്നു. കർത്താവിൻ്റെ മുഖത്ത് മാത്രം നോക്കി ഒരാവശ്യങ്ങളും മനുഷ്യരോട് പറയാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു അന്നത്തെ കാലത്തെ പാസ്റ്റർമാർ. എൻ്റെ അമ്മ പറഞ്ഞ ഓർമ്മയുണ്ട്. ഒത്തിരി പട്ടിണി കിടന്ന കാലങ്ങളും ഒക്കെ ഓർമ്മയുണ്ട്. എന്നാൽ ഈ പട്ടിണി കിടക്കുമ്പോഴും അപ്പച്ചൻ വല്യമ്മച്ചോട് പറയുന്നൊരു കാര്യമുണ്ട്. കഞ്ഞി വെച്ചില്ലെങ്കിലും അന്ന് ഈ ഓലപ്പരയൊക്കെ ആണല്ലോ. അന്നേരം നമ്മൾ ഈ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ഈ ഓലയുടെ ഇടയിൽ കൂടെ പുക വെളിയിലോട്ടൊക്കെ പോകും. അന്നേരം കഞ്ഞി വെച്ചില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കുറച്ച് കരിയില പുരയിടത്തിൽ നിന്ന് തൂത്തുകൂട്ടി അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് കത്തിക്കണമെന്ന് പറയും. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ പുക വെളിയിലോട്ട് പോകുമ്പോൾ ഇവിടെ കഞ്ഞി വെച്ചെന്നുള്ള ആളുകൾ അറിയണം. കഞ്ഞി വെച്ചില്ലെന്ന ആൾ പുക കണ്ടില്ലെങ്കിൽ ഇവിടെ കഞ്ഞി വെച്ചില്ലെന്ന് തോന്നും. അപ്പം നമ്മൾ കഞ്ഞി വെച്ചില്ലെങ്കിൽ പോലും ആ വിവരം ആരോടും പറയത്തില്ല. കഞ്ഞി വെച്ചെന്ന് തോന്നുന്ന പോലെ ചുമ്മാതെ പുകച്ച്
അങ്ങനെ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ പാസ്റ്റർമാരെന്നൊക്കെ പറയുന്നു. അന്നത്തെ ഈ പാസ്റ്റർമാർ താമസിക്കുന്ന ഭവനത്തിൻ്റെ പേരായിരുന്നു ഫെയ്ത്ത് ഹോം എന്നുള്ളത്. വാസ്തവത്തിൽ അന്ന് ഫെയ്ത്ത് ഹോം എന്ന് പറഞ്ഞാൽ വിശ്വാസ മന്ദിരം എന്ന് പറയുന്നത് അവർ വിശ്വാസത്താൽ ജീവിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ പാസ്റ്റർമാർ താമസിക്കുന്നതിനൊന്നും ഫെയ്ത്ത് ഹോം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതായത് ശരി. പിന്നെ ഇപ്പം നമ്മൾ പാഴ്സനേജെന്നാണ് പറയുന്നതും അതും സൗകര്യമാണ്. ഫെയ്ത്ത് ഹോമുകൾ പാഴ്സനേജായിട്ട് മാറി. കാരണം വിശ്വാസത്താലുള്ള ജീവിതവും ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. എൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ ഒരുപാട് പട്ടിണിയും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചാണ് വളർന്നതെങ്കിലും ഇപ്പോൾ ദൈവം അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി. എല്ലാവർക്കും ജോലി. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. ബാക്കിയുള്ള അമ്മയുടെ സഹോദരന്മാരൊക്കെ ഉന്നതമായ നിലയിൽ വിദ്യാഭ്യാസം ചെയ്ത് അവരെ ഒന്നും ഒത്തിരി പട്ടിണിയും പ്രയാസമൊക്കെ അനുഭവിച്ചെങ്കിലും യാതൊരു കുഴപ്പമില്ലാതെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത്. പിന്നെ പതിവായിട്ട് ഇവിടെ കൺവെൻഷൻ വരുമായിരുന്നു. ഞാൻ സ്നാനപ്പെട്ടതും കുമ്മനാട് കൺവെൻഷനോടുള്ള ബന്ധത്തിലാണ്. കുമ്മനാട് കൺവെൻഷൻ്റെ സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഈ തൊട്ടപ്പുറത്തെ ടാങ്കി മുങ്ങുന്ന പരിപാടിയല്ലായിരുന്നു. അന്ന് സ്നാനം നടക്കുന്നത് എരവിപേരൂർ ആറ്റുകടവിലായിരുന്നു. അന്നേരം രാവിലെ ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടെ തമ്പാറടിച്ച് ചിഞ്ചിലുമൊക്കെ കൊട്ടി ഇവിടുന്ന് കുമ്മനാട് തൊട്ട് തമ്പാറടിച്ച് നടന്ന് എന്ന് എരവേരി കടവിൽ സ്നാനപ്പെട്ടിട്ട് അവിടുന്ന് തിരിച്ച് തമ്പാറുമൊക്കെ അടിച്ച് തിരിച്ച് ഇവിടെ വരും. അപ്പോൾ നമ്മൾ സ്നാനപ്പെടുന്നതിനൊരു വലിയ സംഭവമായിരുന്നു അന്ന്. അല്ലാതെ ഇന്ന് പലരും ഈ രഹസ്യമായിട്ടൊക്കെ സ്നാനപ്പെടും. ആരും അറിയാതെ അടുത്തുള്ള വാട്ടർ ടാങ്കിൽ മുക്കിപ്പോക്കും. അങ്ങനെയല്ലായിരുന്നു ഞങ്ങളാരും സ്നാനപ്പെട്ടു. അതൊരു പരസ്യ സാക്ഷീകരണം തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ള വചന ശുശ്രൂഷ എന്ന് പറയുന്നത് പക്ഷേ കെ എബ്രഹാം സാറൊക്കെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോഴേ ആളുകൾക്ക് എന്ത് പ്രതീക്ഷയായിരുന്നറിയാം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ദൈവം നമ്മളോട് നേരിട്ട് പറയുന്നത് പോലായിരുന്നു ആളുകൾ സ്വീകരിച്ചിരുന്നത്. ഈ ഇന്നത്തെ പോലെയുള്ളൊരു ആർട്ടിഫിഷ്യൽ ഉണർവൊന്നും അന്നില്ല. മൈക്കിൻ്റെ സൗണ്ട് കൂട്ടിയും വൈബ്രേഷൻ ഇട്ടും എക്കോ ഇട്ടും ഈ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ടുപാടി സംഗീതോപകരണങ്ങളുടെ അതിപ്രസരണം കൊണ്ടൊക്കെ ഉണർവുണ്ടാക്കുന്ന ആ സ്റ്റൈലൊന്നും അന്നില്ലായിരുന്നു. അന്നൊക്കെ വചനം കേട്ട ആളുകൾ അങ്ങ് ഉണരുകയായിരുന്നു. ദൈവവചനം കേൾക്കുന്നു, അത് ആളുകൾ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവരുടെ ഉള്ളിൽ വ്യാപരിച്ചിട്ട് ഉണർവുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംരംഭവും അന്നത്തെ കാലത്തില്ലായിരുന്നു. ആത്മീയ ഉണർവ് ഉണ്ടാകുകയാണ്. ഇനി കൺവെൻഷനോടുള്ള ബന്ധത്തിൽ വേറൊരു ചിന്ത തന്നെ ഭരിക്കുന്നത്, ഈ അന്നത്തെ കാലത്തെല്ലാം കൺവെൻഷൻ കഴിയുമ്പോഴേ അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് ഈ വർഷം എത്ര പേര് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, എത്ര പേര് പുതുതായിട്ട് സ്നാനപ്പെട്ടു. അപ്പം ഈ കൺവെൻഷൻ കൊണ്ട് രക്ഷിക്കപ്പെട്ടവരുടെയും സ്നാനപ്പെട്ടവരുടെയും ഒക്കെ കണക്കാണ് ഈ കൺവെൻഷൻ്റെ റിപ്പോർട്ടായിട്ട് വരുന്നത്. പക്ഷേ കെ എബ്രഹാം സാറിൻ്റെ ആത്മകഥയൊക്കെ വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അകത്ത് ഈ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഓരോ കൺവെൻഷൻ കഴിഞ്ഞ ആളുകൾ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഒക്കെ. ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പറയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് എത്ര രൂപ കടമുണ്ടെന്ന് പറയും. ഈ വർഷം കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ 50 ലക്ഷം രൂപ കടമുണ്ട്. അതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അല്ലാതെ ഈ രക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു ആഹ്വാനം പോലും നമ്മുടെ കൺവെൻഷൻ നടക്കുന്നില്ല. സ്നാനത്തിന് വേണ്ടിയുള്ളൊരു ആഹ്വാനം പോലും നടക്കുന്നില്ല. അന്നത്തെ കൺവെൻഷൻ്റെ ലക്ഷ്യമല്ല ഇന്നത്തെ കൺവെൻഷൻ്റെ ലക്ഷ്യം. അന്നത്തെ കൺവെൻഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങൾ സുവിശേഷം കേൾക്കണം, ഉപദേശം കേൾക്കണം, ദൈവവചനം കേൾക്കണം. പെന്തിക്കോസ്ത് ഉപദേശങ്ങൾ കലർപ്പില്ലാതെ പ്രസംഗിക്കുന്ന വേദികളായിരുന്നു നമ്മുടെ കൺവെൻഷനുകൾ. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് വളരെ ശക്തമായ ദൂതുകൾ പ്രസംഗിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്റ്റൈലെല്ലാം അങ്ങ് മാറി. ഇപ്പം സുവിശേഷ യോഗം എന്ന് പറയുന്നൊരു യോഗമേ കേൾക്കാറില്ല. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു ബാനർ എഴുതി വെക്കുന്നതല്ലാതെ അവിടെ ക്രൂശുമില്ല, ക്രിസ്തുവും ഇല്ലാത്ത കൺവെൻഷനുകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ കൺവെൻഷൻ എന്നൊക്കെ പറയുന്നത് ദൈവവചനം കേൾക്കാൻ വേണ്ടിയായിരുന്നു ആളുകൾ വരുന്നത്.
ഇപ്പോഴത്തെ ഒരു പ്രധാന ട്രെൻഡ് ഞാൻ വ്യത്യാസം മനസ്സിലാക്കിയത്, ഇപ്പോൾ ഒരു കൺവെൻഷൻ വെച്ചാൽ ആളുകൾ ആരാ പ്രസംഗിക്കുന്നതല്ല ചോദിക്കുന്നത്, ആരാ പാട്ട് പാടുന്നതെന്നാണ് ചോദിക്കുന്നത്, ഏത് ഗായകസംഘമാണ് പാടുന്നതെന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ ശീലം എന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ആരാ ഇന്നത്തെ പ്രസംഗകൻ ആരാന്നാണ് ചോദിക്കുന്നത്. ഇന്ന് ആരാ പ്രസംഗനൊന്നും ആർക്കും അറിയണ്ട, ഇന്ന് പാടുന്ന ആരാന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അങ്ങ് മാറി. ഒരു എൻ്റർടൈൻമെൻറ്റ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, കുറേ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് മാറിയിട്ട് ദൈവവചന പ്രചരിപ്പിക്കാനുള്ള ആ ദാഹമൊക്കെ മാറി, ദൈവവചനം കേൾക്കാനുള്ള ആഗ്രഹമൊക്കെ മാറി. ഇപ്പം കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ സംഘടനയുടെ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്താൻ വേണ്ടിയുള്ള വർഷത്തിലുള്ള ഒരിക്കലൊരു യോഗം പോലെ അങ്ങ് മാറുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. നമ്മുടെ കൺവെൻഷനുകളിൽ, പെന്തിക്കോസ് കൺവെൻഷനിൽ രക്ഷയുടെ ദൂത്, പരിശുദ്ധാത്മാ സ്നാനത്തിനെ കുറിച്ചുള്ള ദൂത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ദൂതൊക്കെ കേട്ട് ജനങ്ങളെ യഥാർത്ഥമായ ഒരു ആത്മീയ ഉണർവിലേക്ക് നയിക്കുന്ന യോഗങ്ങളായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ ആ നിലയിൽ വലിയൊരു വ്യത്യാസം ജനഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരെളിയ കർത്തദാസനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭ എന്ന് പറയുന്നത് എൻ്റെ അഭിമാനമാണ്. IPCR കൺവെൻഷൻ എന്ന് പറയുന്നത് എൻ്റെ ആവേശവുമാണ്. ഓരോ കൺവെൻഷനും വളരെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയുമാണ് പങ്കെടുക്കുന്നത്. നമുക്കതൊരു അഭിമാനമാണ്. നമ്മുടെ സഭയ്ക്കോ നമ്മുടെ കൺവെൻഷനോ കേടുവരുന്ന ഒന്നും നമ്മൾ ആരിൽ നിന്നും ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയാണ് ഇന്ത്യയിൽ പെന്തിക്കോസ്ത് സത്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ചിട്ടുള്ള സഭ. നമ്മുടെ ഇടയിൽ ഉണ്ടായതിൻ്റെ അത്രയും പ്രഭാഷകർ വേറൊരു പെന്തിക്കോസ് കൂട്ടായ്മയിലും ഉണ്ടായിട്ടില്ല. മറ്റെല്ലാ കൂട്ടായ്മകളെയും ഞാൻ ബഹുമാനിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ, ഷാരോന്, ഇവരെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നു, അധ്വാനിക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ മികച്ച പ്രഭാഷകരെ വളർത്തിയെടുത്തത് ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയാണ്. നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റതുപോലെയുള്ള പ്രഭാഷകർ മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ ലീഡേഴ്സ് നമ്മുടെ ഇടയിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് സന്തോഷമാണ്, അഭിമാനമാണ്. എന്നാൽ ചെറിയൊരു ദുഃഖമുള്ളൂടെ പറയട്ടെ. നമ്മുടെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഒരു കൺവെൻഷൻ്റെ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ്റെയും അല്ലെ സ്റ്റേറ്റ് കൺവെൻഷൻ ആയിട്ട് ജനറൽ കൺവെൻഷൻ ആയിട്ടൊക്കെ എടുത്തു നോക്കിയാൽ ഒരു ഭൂരിഭാഗം പ്രഭാഷകരും ഒരു 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ 70-ന് മുകളിലുള്ളവരാണ്. അപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഇനി എത്ര കാലം മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും, അതിനുള്ള ആരോഗ്യമുണ്ടോ ആയുസ്സുണ്ടോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ അടുത്ത ഒരു ലിസ്റ്റ് പ്രഭാഷകരെ വളർത്തിയെടുക്കാൻ പരാജയപ്പെട്ടു എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് മികച്ച പ്രഭാഷകർ ഉണ്ടാകണം. ഒറ്റ തിരിഞ്ഞ് ചിലർക്ക് നന്നായിട്ട് വരുന്നുണ്ടെങ്കിലും ഒരു ഗ്യാപ്പ് ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഇടയിൽ ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ മാറ്റപ്പെട്ടാൽ പകരം എഴുന്നേൽക്കത്തക്ക രീതിയിൽ പുതിയ പ്രഭാഷകർ ഈ കൺവെൻഷനുകൾ കൊണ്ട് ഉണ്ടാകണം. പുതുതായിട്ട് വരുന്ന തലമുറയെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടെയാണ് എൻ്റെ അപേക്ഷ. ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ എല്ലാ കൺവെൻഷൻ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുതിയ ചെറുപ്പക്കാരായ ആളുകൾക്ക് അവസരം കൊടുക്കട്ടെ, അവരെ വളർന്നു വരട്ടെ. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ അനുഗ്രഹീതരായ ഒരുപാട് പ്രഭാഷകർ നമ്മുടെ കൺവെൻഷൻ മുഖാന്തരം വളർന്നു വരികയും ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി അവരൊക്കെ പ്രശോഭിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.